ഗോവ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ളയ്ക്കും മുതിർന്ന ബി.ജെ.പി. നേതാവ് ഒ. രാജഗോപാലിനുമെതിരായ സർക്കാർ നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. ശബരിമല പ്രക്ഷോഭത്തിന്റെ പേരിൽ മാന്നാർ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിനെതിരെയാണ് പ്രതിഷേധം. മാരകായുധം ഉപയോഗിച്ച് മാന്നാറിൽ കാർ തല്ലി തകർത്ത കേസിൽ പി.എസ്. ശ്രീധരൻപിള്ളയും ഒ. രാജഗോപാലും ഉൾപ്പെടെ കണ്ടറിയാവുന്ന 10 പേർക്കെതിരെയാണ് സമൻസ്. പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധിക്കാനൊരുങ്ങി ബി.ജെ.പിയും ഹൈന്ദവ സംഘടനകളും. ഞാൻ പ്രതിയാണ് അതിൽ ഒന്നാം പ്രതിയാണ്. ഞാൻ വിട്ടു അതിപ്പം രാജഗോപാലിക്ക് മനസ്സിലൊന്നും ഓർമ്മയില്ലാത്തത് പറയാത്ത രാജഗോപാലിൻ്റെ പ്രതിയാണ്. ഞാനും രാജഗോപാലിൻ്റെ ഒക്കെ പ്രതികളാണ്. ഓ ഇന്നല്ല, എനിക്കല്ല, എന്നെ സമൻസ് അയക്കാൻ അവർക്ക് അധികാരമില്ലാത്തത് മാറ്റിവെക്കും. ഞങ്ങളെല്ലാം പ്രതികളായിട്ട് ചാർജ് ഷീറ്റ് കൊടുത്തിട്ട് എന്താ ഞങ്ങളാരും സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ടില്ല. ഗോവ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ളയ്ക്കും മുതിർന്ന ബി.ജെ.പി. നേതാവ് ഒ. രാജഗോപാലിനുമെതിരായ പ്രതികാര നടപടിയിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. പോലീസ് നടപടിക്കെതിരെ കൂടുതൽ നേതാക്കൾ രംഗത്തെത്തി. ഹിന്ദുധർമ്മ പരിഷത്ത് അധ്യക്ഷൻ എം. ഗോപാലും ബി.ജെ.പി. നേതാവ് പ്രൊഫസർ വി. ടി. രമയും സർക്കാർ നടപടിയെ രൂക്ഷമായി വിമർശിച്ചു. ഈ രണ്ടുപേരും കാറ് തല്ലി പൊളിക്കാൻ വിദഗ്ധരാണെന്നുള്ളത് പോലീസ് ഇത്രയും വിവരമില്ലാത്ത ഒരു പോലീസായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കൂ. കാരണം ഒ. രാജഗോപാലിന് ഇപ്പോൾ 95 വയസ്സായി. അദ്ദേഹത്തിന് ശരിക്കും നടക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ്. പക്ഷേ ആ സമയത്ത് പറയാം പെട്ടെന്ന് നാവിന് കുഴപ്പമില്ലല്ലോ എന്ന്. പക്ഷേ ഒ. രാജഗോപാൽ ഇങ്ങനെ കാറ് തല്ലിപ്പൊളിക്കുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുക? രണ്ടാമത്തെ കാര്യം, പി.എസ്. ശ്രീധരൻപിള്ള ഇപ്പം ഗവർണറാണ്. പക്ഷേ അദ്ദേഹം ഇതേപോലെ കാറ് തല്ലിപ്പൊളിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തെന്ന് പോകാൻ സാധിക്കുമോ? ഇത്രയും വൃത്തികെട്ട എന്ന് തന്നെ പറയണം ഈ പോലീസിൻ്റെയും ആ പോലീസിനെ അഴിച്ചുവിട്ടിരിക്കുന്ന ആഭ്യന്തരമന്ത്രി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെയും സ്ഥിതി ഓർത്തിട്ട് വളരെ നിരാശയാണ് തോന്നുന്നത്. 18 കേസെന്ന് പറയുമ്പോൾ 7 വർഷമായി. 7 വർഷം കഴിഞ്ഞ് ഇന്ന് ഗവർണറായ ഒരാളുടെ പേരിൽ കേസ് ചാർജ് ചെയ്യാൻ കേരള പോലീസിന് നിർദ്ദേശം കൊടുത്ത ഇവിടുത്തെ ഇടതുപക്ഷ മുഖ്യമന്ത്രിയെക്കുറിച്ച് എങ്ങനെ പ്രതികരിക്കണം എന്നെനിക്ക് അറിഞ്ഞുകൂടാ. കാരണം തലമറന്ന് എണ്ണ തേക്കുക എന്നാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് തനിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ച കാര്യം ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ള വ്യക്തമാക്കിയത്. ശബരിമല പ്രക്ഷോഭ സമയത്ത് മാന്നാർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാരകായുധങ്ങൾ ഉപയോഗിച്ച് കാർ തകർത്തു എന്ന കേസിലാണ് കുറ്റപത്രം. ബി.ജെ.പി. നേതാവ് ഒ. രാജഗോപാൽ ഉൾപ്പെടെ 8 പേർക്കെതിരെ കേസിൽ സമൻസ് അയച്ചു. ഗവർണർ പദവി വഹിക്കുന്നതിനാൽ ശ്രീധരൻപിള്ളയ്ക്കെതിരെ സമൻസ് അയച്ചില്ലെങ്കിലും കേസിൽ ഒന്നാം പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു. പോലീസ് നടപടിക്കെതിരെ ബി.ജെ.പിയും ഹൈന്ദവ സംഘടനകളും പ്രതിഷേധിക്കാനൊരുങ്ങുകയാണ്. ജനം, തിരുവനന്തപുരം. ഗോവ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ളയ്ക്കും മുതിർന്ന ബി.ജെ.പി. നേതാവ് ഒ. രാജഗോപാലിനുമെതിരായ സർക്കാർ നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. ശബരിമല പ്രക്ഷോഭത്തിന്റെ പേരിൽ മാന്നാർ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിനെതിരെയാണ് പ്രതിഷേധം. മാരകായുധം ഉപയോഗിച്ച് മാന്നാറിൽ കാറ് തല്ലി തകർത്ത കേസിൽ പി.എസ്. ശ്രീധരൻപിള്ളയും ഒ. രാജഗോപാലും ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെയാണ് സമൻസ്. പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധിക്കാൻ ഒരുങ്ങുകയാണ് ബി.ജെ.പിയും ഹൈന്ദവ സംഘടനകളും.